അപ്പോൾ കഴിഞ്ഞ ദിവസം രഞ്ജിനി ഹരിദാസ് ഒരു മാധ്യമത്തിന് കൊടുത്തൊരു അഭിമുഖത്തിൽ പറയുന്നുണ്ട്, പ്രമുഖ നടിമാർ പലരും ഇത്തരത്തിൽ ചൂഷണങ്ങൾ നേരിട്ടിട്ടുണ്ട്, ലൈംഗികപരമായിട്ടുള്ള അതിക്രമങ്ങൾ നേരിട്ടിട്ടുണ്ട്. പക്ഷെ അവരാരും പുറത്ത് വന്ന് പറയുന്നില്ല. ഇപ്പോൾ പറയുന്നവരെല്ലാവരും ജൂനിയർ ആർട്ടിസ്റ്റുകളാണ്. ഒരുപക്ഷെ പ്രമുഖ നടിമാർക്ക് അവരുടെ ലൈംലൈറ്റിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നേക്കാം, അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഫെയിം പോയേക്കാം എന്ന് കരുതിയിട്ടായിരിക്കും പ്രമുഖ നടിമാരാരും മുഖ്യധാരയിലേക്ക് വന്ന വാർത്തകളോ അല്ലെങ്കിൽ പരാതികളോ കൊടുക്കാത്ത എന്ന രീതിയിൽ പറയുന്നുണ്ട്. അപ്പോൾ അവർ പറയുന്നത് ജൂനിയർ ആർട്ടിസ്റ്റുകൾക്കൊന്നും നഷ്ടപ്പെടാനില്ലല്ലോ എന്ന രീതിയിൽ അവർ സംസാരിക്കുന്നുണ്ട്. അത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? ഇതിപ്പം രഞ്ജിനി ഹരിദാസ് പറഞ്ഞതിൻ്റെ അകത്ത് കുറേയൊക്കെ ശരിയാണ്. അതായത് ഇപ്പം മെയിൻ സ്ട്രീമിൽ നിൽക്കുന്ന ഏതെങ്കിലും ഒരു പ്രമുഖ നടിമാർ, ഇപ്പം ഈ സംഘടനയുടെ ആൾക്കാരല്ല, ഈ വനിതാ സംഘടനയുടെ ആൾക്കാരല്ലാതെ മറ്റൊരു രീതിയിൽ ഫെയിം ആയിട്ടുള്ള ഒരു നടിമാരും ഇതിനെ റിയാക്ട് ചെയ്തുകൊണ്ട് മുന്നോട്ട് വരുന്നില്ല. ശരിക്കും പറഞ്ഞാൽ അതിപ്പം മഞ്ജു വാര്യർ ഈ കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, സിനിമാ മേഖലയേറ്റ കളങ്കം എന്തായാലും അതിനൊഴുക്കിനനുസരിച്ച് അതങ്ങ് പോവും, അത് മാഞ്ഞു പോവും, ആ ഒരു കളങ്കം ഒരിക്കലും നല്ല കലാകാരന്മാരെയും കലാകാരികളെയും ബാധിക്കില്ല എന്ന് പറഞ്ഞിട്ടൊക്കെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അല്ലാണ്ട് ഈ വനിതകൾക്ക് മുന്നോട്ട് വന്ന വനിതകൾക്ക് നേരെ സപ്പോർട്ടായിട്ടൊന്നും ഒരു മെയിൻ സ്ട്രീമിലുള്ള ഒരാളും, ഒരു ലൈം ലൈറ്റ് നിൽക്കുന്ന ഒരു നടിമാരും മുന്നോട്ട് വന്നിട്ടില്ല. ഈ സംഘടനയിലുള്ളവർ തന്നെ മൗനമായിട്ട് നിൽക്കുകയാണ്. രേവതിയൊക്കെ ഇപ്പോഴും റിയാക്ട് ചെയ്തിട്ടില്ല രേവതിക്ക് നേരെ വന്നിട്ടുള്ള ആരോപണത്തിന്. അപ്പം ഒരു കണക്കിന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജൂനിയർ ആർട്ടിസ്റ്റുകൾക്കൊക്കെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വലിയൊരു ബലം തന്നെയാണ്. ഞങ്ങൾക്കൊപ്പം ഈ മാധ്യമപ്രവർത്തകരുണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾക്കൊപ്പം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ആ ഒരു പിന്തുണയുണ്ട്, നിയമം കൂടെയുണ്ട്. ഇപ്പൊ സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ സുരക്ഷിതത്വമുള്ള ഒരു സമൂഹമാണ് ഇപ്പോൾ. അപ്പം ഇത്രയും ആൾക്കാർ ഞങ്ങൾക്ക് പിന്തുണയുണ്ട് എന്നുള്ളൊരു ബോധമുള്ളത് കൊണ്ടാണ് ജൂനിയർ ആർട്ടിസ്റ്റുകൾ തങ്ങൾക്ക് നേരിട്ട പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വന്നത്. അതിനെ ചൂഷണം ചെയ്യാനും കുറേ സ്ത്രീകൾ മുന്നേറിട്ട് ഇറങ്ങിയിട്ടുമുണ്ട്. പക്ഷേ ഈ പറയുന്നത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പം ലൈവ് ലൈറ്റ് നിൽക്കുന്ന നടിമാരായാലും ഒരു പരിധി കഴിഞ്ഞ് കഴിഞ്ഞാൽ സിനിമാ മേഖല അങ്ങനെയാണ്. നായികമാർക്ക് ഒരു കാലഘട്ടം വരെ സിനിമയിൽ നിൽക്കാൻ പറ്റത്തുള്ളൂ. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ അവരെ ഇപ്പോൾ നായകന്മാരെ 60-70 വയസ്സ് വരെ നിൽക്കുമെങ്കിലും നായികമാർക്ക് ഒരു പരിധിയുണ്ട്. ആ പരിധി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെ ഔട്ടാക്കുന്ന ഒരു പ്രവണതയാണ് മലയാള സിനിമയിൽ നിന്നല്ല എല്ലാ സിനിമാ മേഖലകളിലും അത് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഉള്ള കാലഘട്ടം അത്രയും കുറെ കൂടെ ഒക്കെ ഫെയിം ആയിട്ട് നിൽക്കാൻ വേണ്ടി അത് തന്നെയാണല്ലോ ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നടന്നിരിക്കുന്നത്. അവർക്ക് ചാൻസ് കിട്ടാനും അവരുടെ ഫെയിം നഷ്ടപ്പെടാതിരിക്കാനും വേണ്ടിയിട്ടാണ് ഈ വഴങ്ങി കൊടുക്കുന്നതും എല്ലാ രീതിയിലും. അതിപ്പം ചിലർ ഭയന്നിട്ടാണെന്നുണ്ടെങ്കിൽ ചിലർ ഈ ചാൻസിന് വേണ്ടിയിട്ടാണ് വഴങ്ങി കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു കാലഘട്ടം ഈ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നു എന്നതിൻ്റെ പേരിൽ അവർ ഇത്രയും നാളും ചെയ്തു വെച്ചതൊക്കെ മാറ്റിക്കളയാൻ ആരും തയ്യാറാവില്ല. അതേപോലെ രഞ്ജിനി ഹരിദാസ് പറയുന്ന മറ്റൊരു കാര്യമാണ്, വർഷങ്ങൾക്ക് മുമ്പ് തനിക്കും ഈ ഒരു രീതിയിൽ അതിക്രമം നേരിടേണ്ടി വന്നിട്ടുണ്ട്, ചെറിയ രീതിയിലാണെങ്കിൽ കൂടി. പക്ഷേ പുള്ളിക്കാരി പ്രിവിലേജ്ഡ് ആവാൻ കാരണം ഉണ്ടായത് അന്നും ഇന്നും പ്രതികരിക്കുന്ന ഒരാളായിട്ട് തന്നെയാണ് എല്ലാവരും കാണുന്നത്. രഞ്ജിനി ഹരിദാസ് നോ പറയേണ്ടടുത്ത് നോ പറയുന്നു, പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിക്കുന്നു. നമുക്ക് പുറമേ നിന്ന് കാണുമ്പോൾ ഒരു ധിക്കാരിയാണ്, അഹങ്കാരിയാണെന്ന് പലരും പറയുന്നുണ്ടെങ്കിലും ആ ഒരു ഭയം കാരണം കൊണ്ട് തന്നെ ആരും ഒരു പക്ഷെ അങ്ങനെ ഒരു രീതിയിൽ അപ്രോച്ച് ചെയ്യാത്തതായിരിക്കാം. മേ ബി അങ്ങനെ ആയിരുന്നിട്ട് കൂടി പല ഷോകൾക്ക് വേണ്ടി വിദേശത്ത് പോയപ്പോഴും അല്ലാതെ ഉദ്ഘാടന ചടങ്ങുകൾക്ക് പോയപ്പോഴും ഷൂട്ടിന് പോയപ്പോഴും ഒക്കെ ഈ ഒരു രീതിയിൽ മോശ പെരുമാറ്റം സ്പോൺസേഴ്സ്, ഈവൻറ്റ് ഷോകൾ നടത്തുന്ന സ്പോൺസേഴ്സിൻ്റെ ഭാഗത്തു നിന്നും ഷൂട്ട് ചെയ്യാൻ പോകുന്ന ഹോട്ടലുകളിലെ ഓണേഴ്സിൻ്റെ ഭാഗത്തു നിന്നുമൊക്കെ ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ അഭിമുഖം നടത്തുന്ന മാധ്യമ പ്രവർത്തകർ തന്നെ ചോദിക്കുന്നുണ്ട്, എങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ പരാതിയുമായി മുന്നോട്ട് വന്നില്ല? ബിക്കോസ് എൻ്റെ കയ്യിൽ പ്രൂഫ് ഇല്ല എന്നാണ് അവർ പറയുന്നത്. എൻ്റെ കയ്യിൽ പ്രൂഫ് ഇല്ല, അല്ലെങ്കിൽ ഞാൻ പറയുന്നതെല്ലാം കഥകൾ മാത്രമായി നിങ്ങൾക്കിപ്പോൾ തോന്നുള്ളൂ. ഇതിപ്പം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നുകൊണ്ടാണ് രഞ്ജിനി ഹരിദാസിന്റെ വാക്കുകൾക്ക് ഇത്രത്തോളം മൂല്യമുണ്ടായിരുന്നത്. ഒരു സമയം വരെ രഞ്ജിനി ഹരിദാസ് എന്ന് പറഞ്ഞാൽ വായിട്ട് അടിക്കുന്ന ഒരു സ്ത്രീ, അല്ലെങ്കിൽ ഒരു വായാടി എന്നുള്ള ഒരു പോസ്റ്റ് ആയിരുന്നു എന്തിനും ഏതിനും. പക്ഷെ ശരിക്കും പറഞ്ഞാൽ അവർ പറയുന്നത് വളരെ ബോൾഡായിട്ട് പറയാനുള്ളത് ആരോടാണെങ്കിലും അങ്ങനെ മുന്നിൽ നിൽക്കുന്ന ഇന്ന ആളാണ് അല്ലെങ്കിൽ ഇന്ന ആളാണ് എനിക്ക് പൈസ തരാനുള്ളത് എന്നൊന്നും നോക്കൂല. തെറ്റാണെന്ന് തോന്നി അപ്പം തന്നെ സ്പോട്ടിൽ തിരിച്ച് മറുപടി പറയാം. എന്തുമേ ഷോകളിൽ നമ്മൾ തന്നെ രഞ്ജിനി ഹരിദാസിന്റെ ഒരു കാലഘട്ടത്തിലെടുത്ത് നോക്കുകയാണെങ്കിൽ ഫുൾ അടി ഉണ്ടാക്കലാണ്. ഇന്റർവ്യൂസിന് വന്നാലും പ്രോഗ്രാംസിനായാലും എല്ലാം പുള്ളിക്കാർക്ക് തെറ്റെന്ന് തോന്നുന്ന സാധനം അത് അന്നേരം തന്നെ ഓപ്പൺ ആയിട്ട് പറയാം. ആ പട്ടികളെ വെടിവെച്ച് കൊല്ലുന്ന വിഷയത്തിൽ ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്തൊരു സ്ത്രീയായിരുന്നു ഈ രഞ്ജിനി ഹരിദാസ്. പക്ഷേ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വന്നപ്പോൾ അധികം അങ്ങനെ മുന്നോട്ട് വന്നില്ലെങ്കിൽ ഇപ്പോൾ ഈ ഇന്റർവ്യൂവിലൂടെങ്കിലും ഒരു തുറന്ന കുറച്ചിൽ നടത്തിയതിൽ തന്നെ വലിയൊരു കാര്യം തന്നെയാണ്.
ഇപ്പോൾ ഇന്ന് രഞ്ജിനി ഹരിദാസെങ്കിൽ നാളെ മറ്റൊരു പ്രമുഖയായിട്ടുള്ള ഒരു നടി മുന്നോട്ട് വന്ന് തനിക്ക് നേരിട്ടുള്ള ആരോപണം പറയുകയാണെങ്കിൽ മേ ബി ഇനിയും പറയാതിരിക്കുന്ന പല ജൂനിയർ ആർട്ടിസ്റ്റുകൾക്കും മുന്നോട്ട് വരാൻ പോകുന്ന യുവ തലമുറകൾക്കും അതൊരു ഇൻസ്പിറേഷനായി മാറുകയുള്ളൂ. പക്ഷേ ഈ ഒരു രീതിയിൽ പ്രമുഖ നടിമാർക്ക് പലർക്കും ഇങ്ങനെ ഒരു അതിക്രമം നേരിട്ടിട്ടുണ്ടെങ്കിൽ അവർ പറയാതിരിക്കുന്നതിന് പിന്നിൽ അവർക്ക് ഈ ഒരു ഫെയിമും ഇനി കിട്ടാൻ പോകുന്ന അവസരങ്ങളും തന്നെയാണ് അവർ കാണുന്നത്. പിന്നെ ഇവർ പറയുന്നുണ്ട്, ഉദ്ഘാടന ചടങ്ങുകൾക്ക് വേണ്ടിയിട്ട് ക്ഷണിക്കുമ്പോൾ മുൻകൂറായിട്ട് ക്ഷണിക്കുന്ന കോർഡിനേറ്റർ പറയും പണം തരും, അതിൻ്റെ കൂടെ ഈ രീതിയിൽ കിടപ്പറ പങ്കിടണം, ആ ഒരു അവസരം കൂടെ ഒരുക്കണം എന്ന രീതിയിൽ പറയും. കൂടെ ആരൊക്കെ ഇത്തരത്തിൽ കിടന്നു കൊടുത്തിട്ടുണ്ട്, ഇങ്ങനെ രീതിയിൽ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ചില പ്രമുഖ നടിമാരുടെ പേരും പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ എണ്ണി പറഞ്ഞിട്ടുണ്ടെന്ന്. അപ്പോൾ പുള്ളിക്കാരിക്ക് അറിയാം, രഞ്ജിനി ഹരിദാസിന് അറിയാം ആരൊക്കെയാണ് അങ്ങനെ, പേരുകൾ അറിയായിരിക്കും മേ ബി. അപ്പോൾ ആ അഭിമുഖത്തിൽ പറയുന്നത് മേ ബി അവരങ്ങനെ ചെയ്തു കൊടുത്തിട്ടുണ്ടായിരിക്കാം, പക്ഷെ എന്നെ കൊണ്ട് പറ്റില്ല. ഇപ്പോൾ ഒരാൾ സ്വയം ഓക്കെ ആയിട്ട്, നമ്മൾ ഓക്കെ ആയിട്ട് ഒരാൾക്ക് ഒരാളുടെ കൂടെ എന്തോ സ്പെൻഡ് ചെയ്യുന്ന പോലെ അല്ലല്ലോ അല്ലാതെയുള്ള ഒരു ചൂഷണം എന്ന് പറയുന്നത്. പിന്നെ ഇവർ പറയുന്നൊരു കാര്യമാണ്, പുറത്ത് ഷോകളിൽ പോയപ്പോൾ ഈ ഡാൻസേഴ്സ് ആയിട്ട് വന്നിട്ടുള്ള കുട്ടികളുടെ വാതിലുകൾ മുട്ടുന്നത് ആ പെൺകുട്ടികൾ വന്ന് പറഞ്ഞിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ മുന്നോട്ട് വന്നിട്ടുള്ള പെൺകുട്ടികളായാലും ജൂനിയർ ആർട്ടിസ്റ്റുകളായാലും കുറച്ച് സിനിമകളിൽ മാത്രമേ അഭിനയിച്ചിട്ടുള്ളൂ, ചെറിയ വേഷങ്ങളിലാണ് ചെയ്തിട്ടുള്ളത്. അതേപോലെ ഡാൻസേഴ്സ് എന്ന് പറയുമ്പോൾ മുഖ്യധാരയിലേക്ക് വലിയ രീതിയിൽ വന്നിട്ടില്ല. അവർ പണത്തിന് വേണ്ടി മാത്രം ഒരു കലയെ സ്നേഹിച്ച് മുന്നോട്ട് വന്ന ആൾക്കാരാണ്. അപ്പോൾ അത്തരത്തിലുള്ള പെൺകുട്ടികളെ ചൂഷണം ചെയ്യാനാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു സിനിമ ഇൻഡസ്ട്രിയിൽ ഈ ഇത്തിൽ കണ്ണികളായിട്ട് നിൽക്കുന്ന ചിലർ, കോർഡിനേറ്റേഴ്സ് എന്ന് തന്നെ പറയാം, ഇടനിലക്കാർ ശ്രമിക്കുന്നത്. പിന്നെ ഇതേപോലെ മോഡലിംഗ് വഴിയാണ് രഞ്ജിനി ഹരിദാസ് വരുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ മോഡലിംഗ് സമയത്ത് ഒരു 15 വയസ്സുള്ളപ്പോൾ ഒരു ഹോട്ടലിലേക്ക് അവരെ വിളിച്ച ഹോട്ടലിലേക്ക് വന്നപ്പോൾ ആ റൂം നിറയെ ആണുങ്ങളാണ്. അപ്പോൾ പണ്ടത്തെ കാലത്തും ഇന്നും നടക്കുന്നുണ്ടെന്നാണ് അവർ പറയുന്നത്. ഇന്ന് ഓൾമോസ്റ്റ് അങ്ങനെ നടക്കുന്നില്ല എങ്കിൽ കൂടിയും നമുക്ക് പ്രത്യക്ഷത്തിൽ അറിയാവുന്നത് ഹോട്ടലുകളിൽ തന്നെയാണ് പല പെൺകുട്ടികളെയും വിളിച്ച് ഓഡീഷൻ എന്നും സിനിമ അവസരം നൽകാൻ വേണ്ടി സംസാരിക്കുമെന്ന് പറഞ്ഞൊക്കെ വിളിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഹോട്ടലുകളിൽ വിളിച്ചിട്ട് ഇങ്ങനെ ഇത്തരത്തിലൊരു ഇൻ്റർവ്യൂ അല്ലെങ്കിൽ ഒരു ഓഡിഷൻ വെക്കുന്നവർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവരെന്ന് വിളിച്ചപ്പോൾ അച്ഛനമ്മയും കൂടെ ഉണ്ടായിരുന്നു. ഹോട്ടൽ മുറിയിൽ വേറെയും കുറേ ആണുകൾ ഉണ്ടായിരുന്നതായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതൊരു വളരെ മോശമായിട്ടുള്ള ഒരു പ്രവണതയാണ്. ഒരു ഫേമസ് ആയിട്ടുള്ളൊരു സംവിധായകനായിരുന്നു അന്ന് അവരെ കോണ്ടാക്ട് ചെയ്തെന്നാണ് പറയുന്നത്.